നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ആണവ യുദ്ധം തടയാൻ താൻ താരിഫുകൾ ഉപയോഗിച്ചു എന്ന അവകാശവാദം ആവർത്തിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനിടെ ഇന്ത്യയെ ഇറാനുമായി ട്രംപ് കൂട്ടിക്കുഴയ്ക്കുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ആണവ യുദ്ധം തടയാൻ വ്യാപാര നയം ഉപയോഗിച്ചുവെന്ന അവകാശവാദം ആവർത്തിക്കുന്നതിനിടയിലാണ് ട്രംപിന് ഇന്ത്യയും ഇറാനും തമ്മിൽ മാറിപ്പോയത്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഭവം പരാമർശിക്കുമ്പോഴാണ് ഇന്ത്യക്ക് പകരം ഇറാൻ എന്ന് ട്രംപ് പറഞ്ഞത്. തന്റെ വ്യാപാര നയങ്ങൾ പ്രസിഡൻസി കാലയളവിലെ 8 യുദ്ധങ്ങളിൽ 5-6 എണ്ണം അവസാനിപ്പിക്കാൻ സഹായിച്ചതായി ട്രംപ് വീണ്ടും അവകാശപ്പെട്ടിരുന്നു. ലോകമെമ്പാടും സമാധാനം നിലനിർത്തുന്നതിനും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനും താരിഫുകളാണ് കാരണമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഉദാഹരണത്തിന് പാകിസ്ഥാനെയും ഇറാനെയും നോക്കൂ. ഞാൻ ഇറാനുമായി ഒരു വ്യാപാര കരാറിനായി ചർച്ച നടത്തുകയാണെന്ന് അവരോട് പറഞ്ഞു. പാകിസ്ഥാൻ പിന്നാലെ ഉണ്ടാകുമെന്നും തീരുവകൾ കാരണം അവരെല്ലാം വളരെ വ്യത്യസ്തമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചു. പിന്നീട് അവർ പരസ്പരം വെടിയുതിർക്കുന്നുവെന്ന് ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണോ? ട്രംപ് പറഞ്ഞു. യുദ്ധത്തിന് പോയാൽ 200% താരിഫ് ചുമത്തുമെന്നും അമേരിക്കയുമായി വ്യാപാരം നടത്തുന്നതിൽ നിന്ന് വിലക്കുമെന്നും ഇരു വിഭാഗത്തിന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് അവകാശപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിച്ചു. അതൊരു ആണവ യുദ്ധമാകുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം നിർത്തിയതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തന്നോട് നന്ദി പറഞ്ഞതായി ട്രംപ് അവകാശപ്പെട്ടു. നിങ്ങൾ ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി വളരെ മനോഹരമായി പറഞ്ഞു. ഈ ഓഫീസിലെ ഒരു കൂട്ടം ആളുകളോടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പ്രസിഡന്റ് ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തെക്കുറിച്ചാണ് ഷെരീഫ് പരാമർശിച്ചതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. അദ്ദേഹം പരാമർശിക്കുന്നത് ഇന്ത്യയുമായി ആണവ യുദ്ധം ഉണ്ടാകുമായിരുന്നു എന്ന വസ്തുതയാണ്. അത് വളരെ അടുത്തെത്തിയിരുന്നു. 7 വിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ചൈനയുമായി അമേരിക്ക നീണ്ട വ്യാപാര യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് ഇങ്ങനെയാണ് മറുപടി നൽകിയത്. ഞങ്ങൾക്ക് 100% തീരുവയുണ്ട്. ഞങ്ങൾക്ക് തീരുവ നയം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒന്നുമല്ലാത്തവരായി മാറുമായിരുന്നു. നമുക്കൊരു പ്രതിരോധവും ഉണ്ടാകുമായിരുന്നില്ല. അവർ നമുക്കെതിരെ തീരുവ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത തോന്നിയ ആരും ആ കസേരയിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. 8 യുദ്ധങ്ങളിൽ 5-6 എണ്ണം അവസാനിപ്പിക്കുന്നതിന് തീരുവ നേരിട്ട് കാരണമാണെന്ന് ഞാൻ പറയും. തീരുവകൾ ഇല്ലായിരുന്നുവെങ്കിൽ ലോകമെമ്പാടും യുദ്ധങ്ങൾ നടക്കുമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നേരത്തെ ഷാം അൽ ഷെയ്ഖിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ അണുആയുധ സംഘർഷം തടഞ്ഞതിൽ ട്രംപിന്റെ പങ്കിനെ ഷെരീഫ് പരസ്യമായി പ്രശംസിക്കുകയും നൊബേൽ സമ്മാനത്തിനായി അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിരുന്നു. ലോക നേതാക്കൾക്ക് മുന്നിൽ തന്റെ അഭിപ്രായം പറയാൻ ട്രംപ് ഷെരീഫിനെ ക്ഷണിച്ചിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് പറയൂ എന്ന് ട്രംപ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ട്രംപിന്റെ അക്ഷീണമായ ശ്രമങ്ങളിലൂടെ സമാധാനം കൈവരിച്ചതിനാൽ ഇന്ന് സമകാലിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ദിവസങ്ങളിലൊന്നാണെന്ന് ഷെരീഫ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ട്രംപിനെ സമാധാനത്തിന്റെ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ച ഷെരീഫ് ലോകത്തെ സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരിടമാക്കി മാറ്റിയത് ട്രംപാണെന്നും വികാരനിർഭരമായ 5 മിനിറ്റ് പ്രസംഗത്തിലൂടെ പറഞ്ഞു.